പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തുമസ് ആശംസിക്കുന്നു. ഈ ദിവസം നമ്മൾ ക്രിസ്തുവിന്റെ ജനനവും ഒരു ആഘോഷം എന്ന പോലെ നമ്മളെല്ലാം ഓർക്കുന്ന ഒരു ദിവസം. എല്ലായിടത്തും ആളുകൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഓർക്കുകയും ആ ദിവസത്തെ ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുമസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: ക്രിസ്തു നമ്മിൽ ജനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ്. ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് അത് ഇന്ന് ലോകം മുഴുവൻ അതിനെ ആഘോഷിക്കുമ്പോൾ സ്വർഗത്തിൽ ആഘോഷമാകി തീരുന്നത് യേശുവിന്റെ അന്നത്തെ ഭൂമിയിലെ ജനനമല്ല. ഇന്ന് നാം യേശുവിൽ, ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കുന്നതാണ് സ്വർഗത്തിലെ ആഘോഷം. നാം എന്നല്ല, ഓരോരുത്തരും യേശുവിനെ അറിയുന്നവരും അറിയാത്തവരും എപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ അവരുടെ വീണ്ടും ജനനം സാധ്യമാക്കി തീർക്കുന്നത്, അതാണ് സ്വർഗത്തിന്റെ ആഘോഷം. അതുകൊണ്ട് സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ക്രിസ്തുമസ് ആഘോഷമായി ഇന്നത്തെ ആഘോഷം ആയിത്തീരട്ടെ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിന്റെ ജനനത്തെ കുറിച്ച് പല പ്രവചന ശബ്ദം ദൈവവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതില് വളരെ പ്രസക്തമേറിയ ഒരു വാക്യമുണ്ട്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യം. കാരണം ജനം ദാവീദിന്റെ കാലത്ത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ സുവർണ കാലഘട്ടം എന്ന് പറയാം. അത്രത്തോളം അവര് ചുറ്റുപാടുകളിലും അവരിലും സന്തോഷം നിറഞ്ഞു നിന്ന കാലഘട്ടം. ദാവീദ് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കുക മാത്രമല്ല, ചിലർ അവർക്ക് കീഴ്പ്പെട്ടു, പൂർണ്ണമായിട്ടും അവര് ഈ ദേശത്തോട് ചേർന്നു. മറ്റു ചിലർ ആ ദേശമായി നിലനിൽക്കുമ്പോൾ തന്നെ ആ ദേശങ്ങൾ, ആ രാജ്യങ്ങളും രാജാക്കന്മാരും ഇവർക്ക് കപ്പം കൊടുത്തുകൊണ്ട്, നികുതി കൊടുത്തുകൊണ്ട് ഇവരോടുള്ള വിധേയത്വത്തെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവർ സന്തോഷത്തിന്റെ അങ്ങേയറ്റം ആയിരുന്നു അവരുടെ ജീവിതം. എന്നാൽ പിന്നത്തതിൽ ദാവീദിന്റെ കാലശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. പിന്നെ ഒരിക്കൽ പോലും അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ യഥാർത്ഥ സന്തോഷത്തിലേക്കും അധികാരത്തിലേക്കും പ്രഭാവത്തിലേക്കും മടങ്ങി വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ജനം, അവരുടെ അകത്തൊരു പ്രത്യാശ, ഒരു പ്രതീക്ഷ. എന്താ പ്രതീക്ഷ എന്നറിയാമോ? നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു മശിക വരും, ദാവീദ് പുത്രൻ വരും, നമ്മുടെ അവസ്ഥകളെ മാറ്റും. നമ്മൾ അന്നായിരുന്നത് പോലെ തന്നെ ചുറ്റുപാടുകളുമുള്ള സാഹചര്യങ്ങളെ വാഴുന്ന ശ്രേഷ്ഠതയോടെ, സമൃദ്ധിയോടെ നിൽക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് അവർ കാത്തിരുന്നു. അങ്ങനെ ഒരു രാജ്യം അവർ കാത്തിരുന്നു, അങ്ങനെ ഒരു മശികയെ അവർ കാത്തിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിലും യേശുവിന്റെ ശുശ്രൂഷയിൽ എല്ലായിടത്തും യേശു ദൈവരാജ്യം എന്ന കാഴ്ചപ്പാടിന് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഈ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവിടെ എടുത്തു പറയുന്ന രണ്ട് കാര്യം: ഒന്ന് കുറ്റിയിൽ നിന്ന്, രണ്ട് വേരിൽ നിന്ന്. നമുക്കറിയാം, കുറ്റി എന്ന് പറയുമ്പം വെട്ടപ്പെട്ട മരത്തിന്റെ കുറ്റി. വെട്ടപ്പെട്ട മരം, സാധ്യതകളില്ല, കഴിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി, ഇനി അത് ഫലം കായ്ക്കാനുള്ള സാഹചര്യമില്ല, അത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറില്ലേ, അത് കഴിഞ്ഞ അധ്യായമാണ്. അതെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്രതീക്ഷ എന്ന് പറയുന്നതോ, ഇനി ഒരു ഭാവി എന്ന് പറയുന്നതോ പ്രത്യാശ ഇല്ലാതായി തീർന്ന ഒരു ജനത. അവർക്ക് ഇനി ഒന്നിലേക്ക് നോക്കാനില്ല, അതുപോലെ പ്രത്യാശ നഷ്ടപ്പെട്ട ജനത, വെട്ടപ്പെട്ട കുറ്റി. അപ്പൊ ചിലപ്പോൾ നമുക്കറിയാം, ചില വെട്ടപ്പെട്ട കുറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഏത് മരത്തിന്റെ ആണെന്ന് പോലും ഒരുപക്ഷെ ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. പക്ഷെ അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഒരുപക്ഷെ പറയാൻ സാധിച്ചേക്കും.
പക്ഷെ സാധാരണക്കാരായ വ്യക്തികൾക്ക് അത് ഏത് മരത്തിന്റെ കുറ്റിയാണ്, ഏത് മരമാണ് വെട്ടപ്പെട്ടത്, അത് മുമ്പ് നിന്ന രൂപം എന്താണ്, ഭാവം എന്താണ്, അതെല്ലാം ഒരു സാങ്കല്പികമായിട്ട് മാത്രം മാറിപ്പോകും. അതെ, വെട്ടപ്പെട്ട കുറ്റി. പക്ഷെ ഇവിടെ പറഞ്ഞ ഈശായുടെ കുറ്റി, ഈശായുടെ മകനായ ദാവീദ്, ആ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. വെട്ടപ്പെട്ട കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. അത് ഭൗതികമായി പുറമേ ഉള്ളതിനെ കാണിക്കുന്നു. അത് മുള പൊട്ടി പുറപ്പെടും. അത് ഹല്ലേലൂയ, അത് എവിടുന്ന? കുറ്റിയിൽ നിന്ന്, നിങ്ങൾ കാണുന്ന കുറ്റിയിൽ നിന്ന്, നിങ്ങൾ കാണുന്ന വെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു സാങ്കല്പികമായി മാത്രം നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു, അത് ഇലകൾ നിറഞ്ഞതായിരുന്നു, അത് വളരെ തണൽ നൽകുന്നതായിരുന്നു, അനേക പറവകൾ അവിടെ പാർത്തിരുന്നു. അതൊക്കെ ഒരു ഭാവന മാത്രമായി തീർന്നിരുന്ന സ്ഥലത്തു നിന്നും അവിടെ നിന്ന് ഒരു കുറ്റിയും അവിടെ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. ഹല്ലേലൂയ. ചേർന്ന് പറയുന്ന ഒരു കാര്യം, അതിന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് പുറപ്പെട്ട് ഫലം കായ്ക്കും. അപ്പം വെട്ടപ്പെട്ട കുറ്റി, ആ വെട്ടപ്പെട്ട കുറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് സദൃശ്യവാക്യങ്ങളിൽ ഒരു വാക്യം കാണാനായിട്ട് സാധിക്കും. സദൃശ്യവാക്യങ്ങൾ അതിന്റെ 7-ാമത്തെ അധ്യായത്തില്, ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ 7-ാമത്തെ അധ്യായത്തില് മരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വെട്ടപ്പെട്ട മരത്തെക്കുറിച്ച് ഒരു വാക്ക് പ്രസ്താവിക്കുന്നത് നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തില് അതിന്റെ 14-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വൃക്ഷമായിരുന്നാൽ അത് വെട്ടപ്പെട്ടാലും അതിന്റെ വേര് അത് കേടായി തീർന്നാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം, ഈശായുടെ കുറ്റി. ഇവിടെ പറയുന്നത് മരം വെട്ടപ്പെട്ടാൽ കുറ്റിയായിട്ട് നിന്നാലും there is hope. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്, ചിലപ്പോ തെറ്റായ കാര്യത്തിന് ആക്ഷേപം പറയാറുണ്ട്, നമ്മളെ ചിലപ്പോൾ ആളുകൾ ഒതുക്കി വെക്കാറുണ്ട്. ഇതൊക്കെ മാനുഷികമായ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിനകത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ എത്ര കുറ്റം പറഞ്ഞാലും, മറ്റുള്ളവർ എത്ര നിങ്ങളോട് ക്ഷമിക്കാതിരുന്നാലും, മറ്റുള്ളവർ എത്ര നിങ്ങളെ ഒതുക്കി വെച്ചാലും അവിടെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയാൽ, നിങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാതിരുന്നാൽ, നിങ്ങൾ നിങ്ങളെ പ്രശംസിക്കാതിരുന്നാൽ, നിങ്ങളിലെ നന്മ കാണാതിരുന്നാൽ, അവിടെ നിങ്ങൾ ജീവിതത്തിലെ പരാജയം ആരംഭിക്കും. മറ്റൊരാൾ കുറ്റപ്പെടുത്തുമ്പോഴല്ല, മറ്റൊരാൾ നിങ്ങളെ തള്ളിക്കളയുമ്പോഴല്ല, നിങ്ങളിൽ പ്രത്യാശയില്ലാത്തവരായി തീരുമ്പോഴാണ് തകർച്ച ആരംഭിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, ലോകത്തിൽ ശാസ്ത്രത്തിലാകട്ടെ, ആത്മീകമായ ശുശ്രൂഷകളിലാകട്ടെ, ശ്രേഷ്ഠന്മാരായവരൊന്നും എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടവരൊന്നും ആയിരുന്നില്ല. പക്ഷെ അവരൊരു കാര്യം തീരുമാനിച്ചു. അവര് ചുറ്റുപാടുകൾ അവരെ തള്ളിക്കളഞ്ഞപ്പോൾ അവര് തീരുമാനിച്ചു, ഇല്ല, ഇവര് പറയുന്നതല്ല എന്റെ അവസ്ഥ മറ്റൊന്നാണ്, അത് ദൈവം നിശ്ചയിച്ചതാണെന്ന് മനസ്സിലാക്കിയവരാണ് ചരിത്രം സൃഷ്ടിച്ചവർ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകരും നാട്ടുകാരും വീട്ടുകാരും എന്തു പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ പദ്ധതിയെ തിരിച്ചറിയാൻ സാധിക്കണം. വെട്ടപ്പെട്ട കൊമ്പ, പക്ഷെ അവിടെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവിടെ അതിന്റെ വേര് അഴുകിപ്പോയാലും പ്രത്യാശയ്ക്ക് വകയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ അതിന്റെ രൂപം മാറും, അതിന്റെ ഭാവം മാറും. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, അത് തൈ പോലെ തളിർവിടും. അപ്പൊ വെള്ളത്തിന്റെ ഗന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് എഫേസ്യ ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 26-ാമത്തെ വാക്യം, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പൊ അവിടെ പറയുന്നത് വചനത്തോടുകൂടി ജലസ്നാനം. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ഗന്ധം നമ്മൾ വായിച്ചതായ ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വെള്ളത്തിന്റെ ഗന്ധത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വെള്ളമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നു. വെള്ളം വചനത്തോടുകൂടി ജലസ്നാനത്താൽ
അപ്പോ വചനത്തെയാണ് വെള്ളം എന്ന് അവിടെ പറയുന്നത്. അപ്പോ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ, അതായത് വെട്ടപ്പെട്ട കുറ്റിയാകട്ടെ, പ്രതീക്ഷയില്ലാത്തതാകട്ടെ, ദൈവവചനമാകുന്ന, ദൈവത്തിന്റെ വചനമാകുന്ന ആമേൻ ഹല്ലേലൂയ, ആ വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? അത് വീണ്ടും കിളിർത്തു വരാൻ തുടങ്ങും. വീണ്ടും അത് ഫലം കായ്ക്കാൻ തുടങ്ങും. വീണ്ടും അത് പ്രത്യാശയിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം ഏത് നിലയിലുള്ളതായിക്കോട്ടെ, തകർന്നതോ തളർന്നതോ പ്രത്യാശയില്ലാത്തതോ പ്രത്യാശയുള്ളതോ എന്തുമാകട്ടെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ദൈവവചനത്തിന്റെ ഗന്ധമടിക്കുമോ, ഹല്ലേലൂയ, ഇയ്യോബിന്റെ പുസ്തകത്തിൽ അതിന്റെ 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ, വെട്ടപ്പെട്ട മരമായിക്കോട്ടെ, അതിന്റെ വേര് അഴുകിയതോ അതിന്റെ വേര് ദ്രവിച്ചു തുടങ്ങിയതോ ആയിക്കോട്ടെ, വെള്ളത്തിന്റെ ഗന്ധമടിക്കുമോ അത് വീണ്ടും തളിർവിടും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ നഷ്ടപ്പെട്ടവരായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിരിക്കാം, സാഹചര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ അസ്തമിച്ചു പോയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് മുന്നോട്ട് കാണാനായിട്ട് ഒന്നുമില്ലായിരിക്കാം, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല, സന്തോഷിക്കാൻ വകയില്ല, ആരുടെ മുമ്പിൽ നിന്ന് നോക്കി ചിരിക്കാനുള്ള സാഹചര്യങ്ങളില്ല, എല്ലാ വാതിലും അടഞ്ഞതുപോലെ, സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് എതിരായതുപോലെ നിൽക്കുകയാണോ? പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, അവിടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശയാൽ നിങ്ങൾ കെട്ടപ്പെട്ടവരായി മാറുക അല്ല നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ അകത്തുണ്ടാകേണ്ട പ്രത്യാശ എന്താണെന്നറിയാമോ? എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഒരു കാര്യമാണ്, വെട്ടപ്പെട്ട കുറ്റിയെ പോലെ അവൻ പറഞ്ഞു, ഇനി എനിക്ക് കുഞ്ഞുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ വെട്ടപ്പെട്ട സ്ഥലത്തു നിന്നും അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ കർത്താവ് മാറ്റി. യോസേഫിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? വെട്ടപ്പെട്ട കുറ്റി പോലെയായി സഹോദരങ്ങൾ ഉപേക്ഷിച്ചു, അപ്പൻ കൂടില്ല, അവൻ ഇവിടെ അടിമയായി മാറി. അടുത്തതിൽ അതിനേക്കാളും വലിയ ക്ലേശം നിറഞ്ഞ അവസ്ഥയിൽ അവൻ തടവറയിൽ, കാരാഗ്രഹത്തിനകത്തുപെട്ടു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, അവിടെയും വെട്ടപ്പെട്ട കുറ്റിയിൽ ഒരു പ്രത്യാശ. എന്താണെന്നറിയാമോ? there is hope because there is promise. അവിടെ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, അവിടെ ഒരു ദർശനമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ, വചനത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ ആ വെട്ടപ്പെട്ട കുറ്റിയിൽ നിന്ന് പുതിയ കിളിർപ്പുകൾ പൊട്ടി വരും. ആമേൻ. അഴുകിപ്പോയ വേരിൽ നിന്ന് പുതിയ ഫലം, പുതിയ ശാഖ പുറപ്പെട്ടു വരും. കാരണം നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ മേലൊരു ദൂതുണ്ട്, നിങ്ങളെക്കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരു ദൈവിക അരുളപ്പാടുണ്ട്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് മനുഷ്യനോ സാഹചര്യങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ ശക്തിക്കോ നിങ്ങളുടെ രോഗത്തിനോ നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾക്ക് ഒന്നിനും അതിനെ തടയാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ക്രിസ്തുമസ് തരുന്ന സന്ദേശം ഇതാണ്. ഹല്ലേലൂയ, എവിടെ പ്രത്യാശ നഷ്ടപ്പെട്ടോ അവിടെ ക്രിസ്തു പ്രത്യാശയായി മാറും, പ്രതീക്ഷയായി മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ ഈ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാ. ആമേൻ. വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് വീണ്ടും കിളിർക്കും, വീണ്ടും തളിർക്കും, വീണ്ടും ഫലം കായ്ക്കും. നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, എത്രത്തോളം നിങ്ങളുടെ ജീവിതം തകർന്നതോ തരിപ്പണമായതോ തീർന്നതോ ആയിക്കോട്ടെ, പ്രത്യാശയ്ക്ക് ഭാഗ്യമുണ്ട്. ബിക്കോസ് യു ഹാവ് എ പ്രോമിസ്. നിങ്ങൾക്കൊരു വാഗ്ദത്തമുണ്ട്. ആകയാൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, തളർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു സംശയമില്ല, തികയ്ക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ഹല്ലേലൂയ പറയുന്നത് വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ അത് കിളിർത്തു വരും. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ദൈവവചനത്തെ ഒന്ന് വിശ്വസിക്കാമോ? ദൈവവചനത്തിന് അതിന് അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാമോ? നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കുമെന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പറയാമോ? ആമേൻ. ആ ഒരു വിശ്വാസം നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റിമറിക്കും. ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ശൗലിന്റെ കൈ കൊണ്ട് മരിക്കുകയേ ഉള്ളൂ. അത്രത്തോളം പ്രയാസം ശൗല് ദാവീദിന് വിരോധമായിട്ട് ഉണ്ടാക്കിയപ്പോ ദാവീദ് പറഞ്ഞ കാര്യമാണ്, ഞാൻ മരിക്കുകയേ ഉള്ളൂ. പക്ഷെ പ്രിയപ്പെട്ടവർ, അവൻ മരിക്കുകയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ശൗലിന്റെ കൈ കൊണ്ട് മരിക്കുകയേ ഉള്ളൂ എന്ന് ദാവീദ് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗമുണ്ട്. അവന്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച അവൻ തന്റെ ജനത്തിന് നായകനായി തീർത്ത ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം അവന്റെ മേൽ കിടപ്പുണ്ട്. ആ വാഗ്ദത്തം അവന്റെ മേൽ ഉള്ളിടത്തോളം എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും നെവർ ഈ സാഹചര്യം മങ്ങത്തില്ല, ഈ അവസ്ഥ മാറത്തില്ല. ഗോഡ് ഈസ് there for him. കർത്താവോടെ അവന് വേണ്ടിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ഈ വചനത്തിൽ പറയുന്ന കാര്യം ഇതാണ്,
ആമേൻ, അത് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്താണെന്നറിയാമോ? അവിടെ വെള്ളത്തിന്റെ ഗന്ധം അവസ്ഥയെ മാറ്റും. വെള്ളത്തിന്റെ ഗന്ധം സാഹചര്യങ്ങളെ മാറ്റും. വെള്ളത്തിന്റെ ഗന്ധം സിറ്റുവേഷനെ മാറ്റും. മറക്കരുത്, ഗോഡ്സ് പ്രോമിസ് ഈസ് ദെയർ ഫോർ യു. കർത്താവിന്റെ വാഗ്ദത്തം നിങ്ങൾക്കായിട്ടുണ്ട്. കർത്താവിന്റെ പ്രോമിസ് നിങ്ങൾക്കായിട്ടുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ ഈ വചനത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഹല്ലേലൂയ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും. അടുത്തു പറയുന്നത് അവന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. വേരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദാവീദിനെ പോലെ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾക്കിനി വരാൻ പോകുന്ന വിടുതൽ ആമേൻ കുറ്റിയിൽ നിന്നല്ല, വേരിൽ നിന്ന്. അതായത് ദാവീദ് രാജാവിനെ പോലെ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ പാരമ്പര്യത്തിൽ ജനിച്ച ഒരുവനാൽ ഉണ്ടാകുന്ന വിടുതലല്ലേ നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്ന വിടുതൽ ദാവീദിന്റെ ആമേൻ വേരിൽ നിന്ന്. അതായത് ഹല്ലേലൂയ, അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദാവീദിനെ രാജാവാക്കിയ ദൈവത്തിൽ നിന്നാണ് നിങ്ങളുടെ വിടുതൽ വരാൻ പോകുന്നത്. രാജാവിൽ നിന്നല്ല വിടുതൽ വരാൻ പോകുന്നത്, അവനെ രാജാവാക്കിയ ദൈവത്തിൽ നിന്ന്, കുറ്റിയിൽ നിന്നല്ല, വേരിൽ നിന്ന്. ആമേൻ, ഹല്ലേലൂയ, ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഹല്ലേലൂയ, കൊമ്പ് ഫലം കായ്ക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമ്മൾ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ അതിന്റെ വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തില് അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്ന. വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെയും 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം, ആമേൻ, ദാവീദിന്റെ വേര് ആരാ? ക്രിസ്തു. അപ്പൊ ഈശോയുടെ വേരിൽ നിന്ന്, രാജാവാകുന്ന ദാവീദിൽ നിന്നല്ല വിടുതൽ വരാൻ പോകുന്നത്, ദാവീദിനെ രാജാവാക്കിയവരിൽ നിന്ന് വിടുതൽ വരാൻ പോകുന്നത്. ദാവീദിനെ രാജാവാക്കിയവരിൽ നിന്ന്. ക്രൈസ്റ്റ് ഈസ് ദ റൂട്ട്. ക്രിസ്തുവാണ് അടിസ്ഥാനം, ക്രിസ്തുവാണ് വേര്. അവൻ, യെസ്, he is the reason of your deliverance, he is the reason of your freedom. ആമേൻ. ഈ ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ, ഒരു മശിഹയെ കാത്തിരിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ പറയുന്നത്, നിങ്ങൾ മശിഹയ്ക്ക് വേണ്ടി, ഒരു ജഡപ്രകാരം ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. ആമേൻ, ഹല്ലേലൂയ, വേരിൽ നിന്ന് ഫലം വരാൻ പോകുന്ന വേരിൽ നിന്നാണ്. നിങ്ങളുടെ വിടുതൽ വരാൻ പോകുന്ന വേരിൽ നിന്നാണ്. വേരിൽ നിന്നാണ്. ഫ്രം ദ റൂട്ട്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് വചനം ഇങ്ങനെയാ പറയുന്നത്, ദാവീദിന്റെ വേരുമായവൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു എന്ത് ചെയ്തെന്നാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ മുദ്ര പൊട്ടിപ്പാനും പുസ്തകം തുറപ്പാനും തക്കവണ്ണം അവൻ ജയിച്ചിരിക്കുന്നു. അവൻ ജയിച്ചിട്ട് എന്താ ചെയ്തത്? അവൻ ജയിച്ചതിനെ കുറിച്ച് പിന്നത്തതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അതിന്റെ 9-ാമത്തെ വാക്യം, പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. കാരണം എന്താണെന്നറിയോ? നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ, വിലയ്ക്ക് വാങ്ങി. എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ആമേൻ. ഈ ദാവീദ് ഗോത്രത്തിന്റെ വേര് ആയവൻ അവൻ അടിക്കപ്പെട്ടു. സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവർ വിലയ്ക്ക് വാങ്ങിയിട്ട് എന്താ ചെയ്തത്? നമുക്ക് അതിന്റെ 10-ാം വാക്യം, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു. 1 പത്രോസ് ലേഖനം 2:9 ഇങ്ങനെ പറയുന്നത്, നമ്മെ രാജകീയ പുരോഹിത വർഗമായിട്ട് മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറക്കരുത് ആ വാക്യം. ഏശയ്യാവിന്റെ പുസ്തകം അതിന്റെ 11:1, ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. അപ്പൊ ഫലം കായ്ക്കുന്ന എന്താ? കൊമ്പാണ്. ഹല്ലേലൂയ. കൊമ്പിൽ നിന്ന് ഫലം കായ്ക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിൽ വായിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തില് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. അതിന്റെ ആമേൻ 1-ാമത്തെ വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകും, എന്നിൽ കായ്ക്കാത്ത കൊമ്പ്. അപ്പൊ ഇവിടെ പറയുന്നത് വേരിൽ നിന്ന് കൊമ്പ് ഫലം കായ്ക്കും.
വേരിൽ നിന്ന് കൊമ്പ്. അപ്പൊ ആരാണ് കൊമ്പ്? നിങ്ങൾ. ആരാണ്? അവനിൽ വസിക്കുന്നവർ, ക്രിസ്തുവിൽ വസിക്കുന്നവർ കൊമ്പ് ഫലം കായ്ക്കും. അത് ഞാനതിനെ വീണ്ടും വായിക്കാം. അതായത് നമുക്ക് 5-ാമത്തെ വാക്യം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം ഈശായുടെ വേര് ആരാന്നാണ് പറയുന്നത്? ദാവീദിന്റെ വേര് ആരാന്നാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയുന്നത് ക്രൈസ്റ്റ്, ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഈശായുടെ അല്ലെങ്കിൽ ദാവീദ് ഗോത്രത്തിന്റെ വേര്. എന്നാൽ ഇവിടെ പറയുന്നത് ആ വേരിൽ നിന്ന് കൊമ്പ് ഫലം കായ്ക്കും. ഈ ഹല്ലേലൂയ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 15:5 ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ, അത് വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുക. എന്താ പറയുന്നത്? ആമേൻ, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളാ. ആമേൻ, ഈശായുടെ കൊമ്പിൽ നിന്ന് ഫലം വരും. ആരിൽ നിന്ന്? നിങ്ങളിൽ നിന്ന് ഫലം വരും. എങ്ങനെയാ ഫലം വരുന്നത്? ആമേൻ, ഈശായുടെ വേരാകുന്ന, ദാവീദിന്റെ വേരാകുന്ന ക്രിസ്തുവിനോട് ചേർന്നൊരുവൻ നിൽക്കുമ്പോൾ യെസ്, ആ കൊമ്പുകളിൽ നിന്ന് ഫലം കായ്ക്കാൻ തുടങ്ങും. അധികാരത്തിന്റെ, അത്ഭുതത്തിന്റെ, ദൈവപ്രവൃത്തിയുടെ, ജീവന്റെ, ജയത്തിന്റെ, അധികാരത്തിന്റെ, അഭിഷേകത്തിന്റെ നിറവ് നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. മറന്നു പോകരുത്. നിങ്ങൾ ഇതുവരെ പലരാൽ വാഴപ്പെട്ടവർ, നിങ്ങൾ പലരാലും നിയന്ത്രിക്കപ്പെട്ടവർ, നിങ്ങൾ പലരാലും ഹല്ലേലൂയ തള്ളിക്കളയപ്പെട്ടവരാണോ? അതല്ല നിങ്ങളുടെ യഥാർത്ഥ വിളി. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം തന്നെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവൻ നമ്മളെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. നിങ്ങളും ഞാനുമാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവിടെ പറയുന്ന ഒരു കാര്യം എന്താ? നിങ്ങൾ ഒരു മശിഹായ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ? മശിഹ ഹല്ലേലൂയ ഒരു ശരീരപ്രകാരം മശിഹ വന്ന് ഇവിടെ സാഹചര്യങ്ങൾ വാഴുമെന്നല്ല. ആമേൻ, ഹല്ലേലൂയ, ദാവീദിനെ ആമേൻ രാജാവാക്കാൻ ദാവീദിൽ വെളിപ്പെട്ട അഭിഷേകം, അവനിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചിട്ട് വചനം ഇങ്ങനെ പറഞ്ഞു, അവനിൽ ആമേൻ ഏഷ്യാവിന്റെ പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, ജ്ഞാനത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കും, ആത്മാവ് അവനിൽ വസിക്കും. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ഫലം കായ്ക്കുന്ന കൊമ്പാര? ആത്മാവ് വസിക്കുന്ന നിങ്ങളാ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളും ഞാനുമാണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ഫലം കായ്ക്കും. ഈ കാലഘട്ടത്തിൽ ഇതുവരെ ആമേൻ ഇരുണ്ട യുഗം പോലെ പല കാര്യങ്ങളിൽ, സുവിശേഷത്തിന്, ആത്മീക മേഖലകളിൽ ഇരുണ്ട യുഗം പോലെ ഇതുവരെ ആയിരുന്നെങ്കിൽ ആ കാലം കഴിഞ്ഞുപോയി. ആമേൻ, ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ കൊമ്പുകളിൽ നിന്ന് ഫലം കായ്ക്കുന്ന ഒരു കാലഘട്ടം. കൊമ്പുകളിൽ നിന്ന് ഫലം. യെസ്, കൊമ്പുകളിൽ നിന്ന് ഫലം. നിങ്ങൾ ആമേൻ, കർത്താവായ യേശു മുന്തിരിവള്ളി, നാം കൊമ്പുകളുമാണ്, ഫലം കായ്ക്കുന്നവരാ. അതായത് പ്രിയപ്പെട്ടവരെ, അതിനെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കാം. നിങ്ങളുടെ വിഷയങ്ങളുടെ സൊല്യൂഷൻ ആരോ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. ഇന്ന വ്യക്തിയിലൂടെ, ഇന്ന ശുശ്രൂഷകനിലൂടെ, ഇന്ന ആളിലൂടെ, ആമേൻ, ഇന്ന വ്യക്തി, ഇന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവർ അല്ല. പ്രിയപ്പെട്ടവരെ, യു ആർ ദ സൊല്യൂഷൻ. യു ആർ ദ സൊല്യൂഷൻ. നിങ്ങളാണ് നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി. നിങ്ങളാണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരകർ. പ്രിയപ്പെട്ടവർ, അവിടെ വിത്തില് ആമേൻ ആ വേരില് വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആമേൻ, അതിന്റെ അകത്തുള്ള ജീവൻ പുറത്തേക്ക് വരും. വിത്തില് ആമേൻ ഹല്ലേലൂയ വെള്ളം വീഴുമ്പോൾ അതിനകത്തുള്ള ജീവൻ പുറത്തേക്ക് വരും. നമുക്കറിയാം, മുട്ട, പക്ഷി കിടക്ക മുട്ട, അതിന്റെ ആവശ്യമുള്ള ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പം, അതിന്റെ നിശ്ചിത സമയം കഴിയുമ്പം ആമേൻ അത് ആ മുട്ടയ്ക്കകത്തിരുന്ന ആമേൻ ആ ജീവൻ ആ തോട് പൊട്ടിച്ച് പുറത്തു വരും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇവിടെ ഹല്ലേലൂയ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ചൂട്, ഹല്ലേലൂയ ആമേൻ, നിങ്ങളുടെ അകത്തുള്ള ജീവനെ ഹല്ലേലൂയ അത് ആമേൻ ഹല്ലേലൂയ പേഴ്സണാലിറ്റി ആയിട്ട് മാറ്റും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വചനത്തെ ജീവനാക്കി മാറ്റും. നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിത്തിനെ ജീവനാക്കി മാറ്റും. ആത്മാവിന്റെ വെള്ളം എന്ത് നടക്കുന്നത്? വചനമാകുന്ന വെള്ളം എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന വിത്തിനെ ആമേൻ അതിന്റെ ജീവനെ പുറത്തേക്ക് കൊണ്ടുവരും. ആമേൻ, ആത്മാവ് വചനത്തെ കുറിച്ചുള്ള ബന്ധം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം ഇങ്ങനെ പറഞ്ഞു, ജഡം ഒന്നിനും മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവ് ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ
ആത്മാവും ജീവനുമാകുന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെല്ലാം സാധ്യതകൾ മറഞ്ഞും അടഞ്ഞും തകർന്നു ഇരിക്കുന്നു, വചനത്തിന്റെ ഗന്ധം, ഹല്ലേലൂയ, വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ വീണ്ടും കിളിർപ്പ് പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. ആത്മാവിന്റെ ചൂടടിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ജീവൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതിനകത്ത് വിത്ത്, അതിനകത്തിരിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിനെ ജീവനാക്കി, ആ ഭ്രൂണം ജീവനായി മാറും. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, ആമേൻ, നിങ്ങളുടെ അകത്തിരിക്കുന്ന വിത്ത്, ആമേൻ, ക്രിസ്തുവിന്റെ വചനമാണ്. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങൾ ഈ മെസ്സേജ് മൊത്തം നിങ്ങൾ കേട്ടല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, നിങ്ങൾ ഒരിക്കൽ കൂടി ഈ മെസ്സേജ് കേൾക്കണം, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ വെട്ടപ്പെട്ടതുപോലെയാണ്, പക്ഷെ വചനത്തിന്റെ ഗന്ധം അതെന്റെ അവസ്ഥയെ മാറ്റും. എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം ഞാൻ കാത്തിരിക്കുക, പക്ഷെ ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഏതോ ഒരു വ്യക്തിയിൽ നിന്നല്ല എൻ്റെ വിഷയത്തിന് പരിഹാരം വരാൻ പോകുന്നത്. എനിക്ക് വാക്ക് പറഞ്ഞ ആളായിരിക്കാം, എനിക്ക് വിരോധം നിൽക്കുന്ന ആളായിരിക്കാം, ആരുമാകട്ടെ, പക്ഷെ എൻ്റെ ഫ്രീഡം, എന്റെ വിഷയത്തിന്റെ പരിഹാരം വരുന്നത്, ആമേൻ, ഹല്ലേലൂയ, ആ വ്യക്തിയിൽ നിന്നല്ല, ആ വ്യക്തി എന്റെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവത്തിൽ നിന്നാണ്. ദാവീദിന് രാജാവിൽ നിന്നല്ല വിടുതൽ വരാൻ പോകുന്നത്, ദാവീദിന്റെ രാജാവാക്യവനിൽ നിന്നാണ്. ഈ ക്രിസ്മസ് ദിനം, പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾ അകത്തൊന്ന് തിരിച്ചറിയാമോ, ഏലിയാവല്ല യോർദാനെ വിഭാഗിച്ചത്, ഏലിയാവിന്റെ ദൈവമാണ്. ഏലീശ ധൈര്യത്തോടെ പറയുക, ഏലിയാവ് എന്റെ കൂടില്ല, പക്ഷെ വിഭാഗിച്ച ദൈവം എന്റെ കൂടെ ഉണ്ടാകും. യോർദാനെ വിഭാഗിച്ച ദൈവം എന്റെ കൂടെ ഉണ്ട്. അവൻ വീണ്ടും ആ പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചു, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറി. പ്രിയപ്പെട്ടവർ, ഇന്ന് ഞാൻ പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വിഷയങ്ങളുടെ പരിഹാരം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അഭിഷേകം വ്യത്യാസമാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആമേൻ, ഉന്നതമായതാണ്. നിങ്ങളെ ചെറുതായിട്ട് കാണരുത്. ലോകരെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും there is hope, പക്ഷെ നിങ്ങളെ തള്ളിക്കളയരുത്. വിശ്വസിച്ച് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രതീക്ഷയില്ലാതെ വെട്ടപ്പെട്ട് നിൽക്കുന്ന കുറ്റികളിൽ വചനത്തിന്റെ ഗന്ധമടിക്കുമ്പോൾ, ആമേൻ, ചില കിളിർപ്പുകൾ കിളിർത്തു വരട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ, സാഹചര്യങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലമായി, പ്രതിസന്ധിയായി കർത്താവ് എഴുതപ്പെട്ട സകല എഴുത്തുകളും കൈയെഴുത്തുകൾ മായ്ക്കപ്പെടട്ടെ. ആ അവസ്ഥകൾ മാറുന്നത് ഈ ദിവസങ്ങൾ അവർ കാണട്ടെ. കർത്താവ് അവരൊരു അനുഗ്രഹമായി തീരട്ടെ. കാലഘട്ടങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിട്ട് ഇവർ മാറട്ടെ. കർത്താവ്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഇവരെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവ്. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവ്, അവര് എവിടെല്ലാം ആളുകളാൽ അടിച്ചമർത്തപ്പെട്ടിരുന്നോ, എവിടെല്ലാം ആളുകളെ നിയന്ത്രിക്കപ്പെട്ടിരുന്നു, അതിനതീതമായി വാഴ്ച, അധികാരം, അഭിഷേകം ഇവർ വെളിപ്പെടട്ടെ. അവരെ ഇതുവരെ രോഗം തളർത്തിയെങ്കിൽ ഇവർ രോഗത്തെ വെല്ലുവിളിക്കുന്നവരെ, രോഗത്തെ വാഴുന്നവരായി മാറട്ടെ. ഭയം ഇവരെ വാഴുമെങ്കിൽ ഇനി ഭയത്തെ വാഴുന്നവരായിട്ട് മാറട്ടെ. കർത്താവ്, ചില അധികാരങ്ങൾ, ചില ചിന്തകൾ, ചില ഭയങ്ങൾ, ചില കൺഫ്യൂഷൻ, ചില വ്യക്തികൾ, ചില സന്ദർഭങ്ങൾ, ആമേൻ, ചില റിജക്ഷൻസ്, അലറിയാം, ചില കാര്യങ്ങൾ തള്ളിക്കളയപ്പെട്ടത്, ചില കാര്യങ്ങൾ അപ്രൂവ് ഇല്ലാതെ പോയത്, ആമേൻ, അതെല്ലാം അവരെ വാണെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അവരെ വാഴാൻ സാഹചര്യങ്ങൾ വാഴുന്ന നിലയിലേക്ക് അവർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ നിലയിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അനുഗ്രഹമാക്കി അവരെ നിർത്തിയിരിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവ്, അത്ഭുതം അങ്ങ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദാവീദിൽ നിന്നല്ല വിടുതൽ വരുന്നത്, ദാവീദിനെ രാജാവാക്കിയവൽ നിന്നാണ്. ഏലിയാവല്ല യോർദാനെ വിഭാഗിച്ചത്, ഏലിയാവിന്റെ ദൈവമാണ്. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ടുള്ള സ്റ്റെപ്പില് ആ ധൈര്യത്തിലേക്ക് മുന്നോട്ട് പോകും. നിങ്ങൾ ഈ മെസ്സേജ് ഒരിക്കൽ കൂടെ കേൾക്കണം, 1-2 വട്ടം കേൾക്കണം. ഇറ്റ്സ് എ വണ്ടർഫുൾ മെസ്സേജ്. കർത്താവ് എനിക്ക് തന്ന ഒരു ആലോചനയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതിന്റെ ചുരുക്കം മാത്രമേ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള സമയത്തിന്റെ പരിമിതി കൂടെ സാധിച്ചിട്ടുള്ളൂ. നിങ്ങളിത് നിശ്ചയമായിട്ട് നിങ്ങൾ വീണ്ടും കേൾക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവെക്കണം. ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം, ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം. നിശ്ചയമായും ഇത് അനുഗ്രഹമായി തീരും എന്ന് നിശ്ചയമാണ്. ക്രിസ്മസ് ആഘോഷമല്ല, ക്രിസ്മസ് ഒരു അനുഭവമാണ്. ക്രിസ്മസ് ഒരു ദിവസത്തെ, ആമേൻ, ഒരു ദിവസത്തിൽ സെൻട്രലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല, അത് ജീവിതകാലം മുഴുവനുള്ള ഒരു കാര്യമാണ്. അതായത് ക്രൈസ്റ്റ് മാസ് ആയി തീർന്നതാണ് ശരിക്കും പറഞ്ഞ ക്രിസ്മസ്. അതായത് ക്രിസ്തു ഏകനായിരുന്ന, ആമേൻ, ഒരു വ്യക്തി യേശുവിന്റെ ശരീരത്തിൽ ക്രിസ്തുവിനെ കണ്ടതിൽ നിന്ന് ക്രിസ്തു, ആമേൻ, നിങ്ങളിലും എന്നിലും വെളിപ്പെട്ട മാസ്, പുരുഷാരത്തിൽ ക്രിസ്തു വെളിപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ്. ആമേൻ. അങ്ങനെ ഒരു ക്രിസ്മസ് ആഘോഷമായിട്ട് ഈ ദിവസം മാറട്ടെ, ഈ നാളുകൾ മാറട്ടെ. കർത്താവ് നിങ്ങളെല്ലാം നന്മയാർ നിറയ്ക്കട്ടെ.
നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.